10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന പദവി ഉണ്ടാകുന്നത്. മൂന്നാം വട്ടം 400 സീറ്റ് ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദിയെയും NDAയെയും വിറപ്പിച്ചാണ് ഇന്ത്യ സഖ്യം പാർലമെന്റിൽ ഇരുപ്പുറപ്പിച്ചത്. 1-2 ഊഴങ്ങളിൽ കേൾക്കാതിരുന്ന പ്രതിരോധവും പ്രതിഷേധവും കേട്ടു തുടങ്ങിയപ്പോഴേ അസ്വസ്ഥരായിരുന്നു പാർലമെന്റിലെ ട്രഷറി ബെഞ്ച്. ഇപ്പോഴിതാ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായി പറയുന്നു, എന്നെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, എൻ്റെ മൈക്ക് അകാരണമായി ഓഫ് ചെയ്യുന്നു, എൻ്റെ വായ മൂടിക്കെട്ടാൻ നോക്കുന്നു. ഒരാഴ്ചയായി സംസാരിക്കാൻ തന്നെ അനുവദിക്കാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്പീക്കർ അത് ഗൗനിക്കാതെ ധൃതിയിൽ ഇറങ്ങിപ്പോയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. നിഷ്പക്ഷനാവേണ്ട സ്പീക്കർ ഭരണപക്ഷത്തിന്റെ ചട്ടുകമാകുന്ന കാഴ്ച ഇതാദ്യമല്ല. കുംഭമേളയുടെ വൻ വിജയത്തെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു. ട്രഷറി ബെഞ്ചുകൾ തോരാതെ കൈയടിച്ചു. തൊഴിലില്ലായ്മയെപ്പറ്റി സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചു, പക്ഷേ നിഷേധിച്ചു. ശകാരിച്ചിരുത്താൻ സ്പീക്കർക്കൊരു ന്യായീകരണവും ഉണ്ടായിരുന്നു. പാർലമെന്റിന്റെ നിലവാരത്തിന് ചേരാത്ത നടപടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്താണത്? സഭയിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയുടെ കവളിൽ രാഹുൽ അരുമയോടെ തൊടുന്ന വീഡിയോ BJP പുറത്തുവിട്ടു. രാഹുലിന്റെ പരാതിയിലെ വസ്തുത എന്താണ്? പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുന്നില്ല. അനിയത്തിയോടുള്ള വാത്സല്യത്തിലൂടെ രാഹുൽ സഭയുടെ നിലവാരം ഇടിച്ചോ? RDX ഇതൊക്കെ പരിശോധിക്കുകയാണ്. ആദ്യം 59 സെക്കൻഡിൽ RDX റാപ്പ് കാണാം. ലോക്സഭ ഇന്നലെ ഉച്ചഭക്ഷണത്തിന് പിരിയും മുമ്പാണ് അംഗങ്ങൾ സഭയിൽ മാന്യത കാണിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും സ്പീക്കർ എടുത്തു പറഞ്ഞു. ചില അംഗങ്ങളുടെ പെരുമാറ്റം അതിരുകടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനു മുൻപും ഒരേ കുടുംബാംഗങ്ങൾ സഭയിൽ അംഗങ്ങളായിട്ടുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. എന്താണ് സ്പീക്കറുടെ ശകാരത്തിന് കാരണമെന്ന് അംഗങ്ങൾക്കിടയിൽ തന്നെ അവ്യക്തതയുണ്ടായി. ഇതിന് പിന്നാലെ ലോക്സഭയിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരിയും MP-യുമായ പ്രിയങ്ക ഗാന്ധിയെ അരുമയോടെ തലോടുന്ന രാഹുലിന്റെ വീഡിയോ പങ്കുവച്ച BJP നേതാക്കൾ ഇതാണ് സ്പീക്കറുടെ വിമർശനത്തിന് കാരണമെന്ന് ആരോപിച്ചു. പക്ഷേ 8 ദിവസമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ പരാതി. സഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ലെന്നും തന്നെപ്പറ്റി കഴമ്പില്ലാത്ത ആരോപണങ്ങൾ സ്പീക്കർ ഉന്നയിക്കുന്നതായും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. സഭയുടെ നിയമം എന്തു തന്നെയായാലും വളരെ സന്തോഷം തരുന്ന ഒരു ദൃശ്യമല്ലേ BJP പങ്കുവച്ചത്? അതെ അതെ, പ്രകോപിതനായി സ്പീക്കർ ഇടപെട്ടു. അതിൻ്റെ തുടർച്ചയിലാണ് പരാതിയുമായി പ്രതിപക്ഷം പോയത്. ആ സംഭവ പരമ്പര എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്നലെ ഉച്ചഭക്ഷണത്തിന് പിരിയും മുൻപാണ് രാഹുൽ ഗാന്ധിക്ക് സ്പീക്കറുടെ ശകാരമുണ്ടായത്. അത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് പൊതുവെ ആയിരുന്നു ആ ശകാരത്തിൻ്റെ ഒരു സ്വഭാവം. അംഗങ്ങൾ സഭയിൽ മാന്യത പുലർത്തണം എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള എടുത്തു പറയുകയും ചെയ്തു. സഭയിൽ ഇതിനു മുൻപും പിതാവും മകൾ അമ്മ മകൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായി വന്നിട്ടുണ്ട്. പക്ഷേ സ്പീക്കറുടെ ശകാരത്തിന് കാരണമായത് എന്താണ് എന്നത് നേരത്തെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റമാണ് എന്നതാണ്. രാഹുൽ ഗാന്ധി പ്രിയങ്കയെ അരുമയോടെ തലോടുന്ന ദൃശ്യങ്ങൾ BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് വായ മൂടാനാണ് ഈ ശ്രമം എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. എന്നെ സംസാരിക്കാൻ അനുവദിച്ചിട്ട് 8 ദിവസമായി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പരാതി കേൾക്കാൻ സ്പീക്കർ തയ്യാറാകുന്നില്ല എന്നതാണ് ആരോപണം. ഇത് വായ മൂടിക്കെട്ടാനുള്ള തന്ത്രമാണ്. മറുപടി പറയാനുള്ള അവസരവും നിഷേധിക്കുകയാണ് സ്പീക്കർ ഓം ബിർള ചെയ്തത് എന്ന് പറയുന്നു. മൈക്ക് ഓഫ് ചെയ്യുന്നത് ആരാണ് എന്നത് നമുക്ക് പരിശോധിക്കാം. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണല്ലോ മൈക്ക് ഓഫ് ചെയ്തു എന്ന്. മൈക്ക് നിയന്ത്രിക്കുന്നത് സൗണ്ട് ടെക്നീഷ്യന്മാരുടെ ചേംബറാണ്. ഓരോ അംഗത്തിൻ്റെയും ഇരിപ്പിടം വ്യക്തമാക്കുന്ന ഇലക്ട്രോണിക് ബോർഡുണ്ട്. എല്ലാ MP-മാരുടെയും ഇരിപ്പിടത്തിലും പ്രത്യേകം മൈക്കുമുണ്ട്. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അംഗം കൈ ഉയർത്തണം. ടേബിളിലെ പാനലിൽ വിവിധ നിറങ്ങളിൽ സ്വിച്ചുകൾ. പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധ ക്ഷണിച്ച് ഗ്രേ നിറത്തിലുള്ള സ്വിച്ച് അമർത്തണം. ചുവന്ന നിറം കത്തിയാൽ മൈക്ക് ഓണായി എന്നാണ് അർത്ഥം. കൺട്രോൾ ചേംബർ മൈക്ക് ഓൺ ചെയ്താൽ അത് ഓൺ ചെയ്യാൻ സ്പീക്കർ അനുവദിക്കുകയും വേണം. കൂട്ടപരാതിയുമായാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നിരന്തരം ഇങ്ങനെ മൈക്ക് ഓഫ് ചെയ്യുന്നു. സ്പീക്കർക്ക് പരാതി നൽകി 70 കോൺഗ്രസ് MP-മാർ രംഗത്തെത്തിയത്. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അവസരം നൽകണം. സ്പീക്കറുടെ ശകാരം BJP രാഷ്ട്രീയ ആയുധമാക്കുന്നു. വീഡിയോ ദിവസങ്ങൾ പഴക്കമുള്ളതാണ് എന്ന കാര്യം കൂടി കോൺഗ്രസ് പറയുന്നുണ്ട്. അതായത് ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ കവളിൽ തലോടുന്ന ആ വീഡിയോ അത് 10 ദിവസം പഴക്കമുള്ളതാണ്. അതിനുശേഷമാണ് ഈ
നടപടിയെല്ലാം സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന്. ഇന്ത്യ സഖ്യത്തിന് തന്നെ കടുത്ത അതൃപ്തിയാണ് ഈ വിഷയത്തിൽ. സ്പീക്കർക്ക് 8 വിഷയങ്ങൾ ഉന്നയിച്ച് പരാതി നൽകുകയാണ് ചെയ്തത് ഇന്ത്യ സഖ്യം. സ്പീക്കറുടെ പരാമർശങ്ങൾ BJP രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കുന്നത് വൈകുന്നു, അടിയന്തര പ്രമേയങ്ങളെ സ്പീക്കർ അവഗണിക്കുന്നു എന്ന കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റൂൾ 193 പ്രകാരമുള്ള ചർച്ചകളില്ല എന്നതും ഒരു ആരോപണമായി, ഒരു പരാതിയായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. പൊതുപ്രശ്നങ്ങളിൽ അടിയന്തര ചർച്ചകൾക്കുള്ള ചട്ടമാണിത്. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി തീരുമാനങ്ങളിലും അതൃപ്തിയുണ്ട്. സഭയിലെ ബിസിനസ് എന്താണെന്ന് മുൻകൂട്ടി അറിയിക്കുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പ്രതിപക്ഷ അംഗങ്ങളുടെ മൈക്കുകൾ നിരന്തരം ഓഫാക്കുന്നു എന്ന നേരത്തെ സൂചിപ്പിച്ച പരാതിയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നേരിൽ കണ്ടു തന്നെയാണ് ഈ നീരസം പ്രതിപക്ഷ MP-മാർ അറിയിച്ചത്. കോൺഗ്രസ്, DMK, SP, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം, RJD നേതാക്കൾ ഒരുമിച്ച് ചേർന്നാണ് സ്പീക്കറെ നേരിൽ കണ്ടത്. പക്ഷേ സനീഷെ, സ്പീക്കർ പറഞ്ഞത് എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്നാണ്. അതായത് ഇതാണ് സ്ഥിതി. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി വളരെ ആത്മവിശ്വാസമുള്ള ആളായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നു. നേരത്തെ നമ്മൾ മുൻകാലങ്ങളിൽ അദ്ദേഹത്തെ കണ്ടതുപോലെയല്ല. രാഹുൽ ഗാന്ധിയെ ഭരണപക്ഷം ഭയക്കുന്നു എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതാണ്ട് കുറേയൊക്കെ ശരിയല്ലേ എന്ന് തോന്നുന്ന വിധത്തിലുള്ള കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അവിടെ അദ്ദേഹം ശരിയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കവളിൽ പോയി ടച്ച് ചെയ്തത് വളരെ സന്തോഷകരമായ വിഷയമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ പാർലമെൻറ്റിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സ്പീക്കർ പറയുമ്പോൾ നമുക്കത് അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇതേക്കാൾ കടന്ന കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിയെ പോയി കെട്ടിപ്പിടിച്ച് ഓർമ്മയില്ല, അവിടെ ആരും കെട്ടിപ്പിടിക്കാറൊന്നുമില്ല ആരെയും. പക്ഷേ പാർലമെൻറ്റിനകത്ത് അദ്ദേഹം അത് ചെയ്തു. പിന്നെ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസകരമായ ഒരു വിഷയമാണല്ലേ. ഒരു ആങ്ങളെ പെങ്ങളെ ചെന്നിട്ട് കവള് ടച്ച് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട്. അത് ഏതെങ്കിലും TV-യിൽ ക്യാമറയിൽ ഉൾപ്പെടാനോ മറ്റോ അല്ല രാഹുൽ ഗാന്ധിയെ ചെയ്ത്, പോയ വഴിക്ക് അവരോടെന്തോ പറഞ്ഞ് കൂട്ടിക്കൊണ്ടോ മറ്റോ ചെയ്യണം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തെ ഈ ആത്മവിശ്വാസമുള്ള രാഹുൽ ഗാന്ധിയെ വല്ലാത്ത തോതിൽ ഭയപ്പെടുന്നുണ്ട് ഭരണപക്ഷം എന്ന തോന്നലാണ് ആത്യന്തികമായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയാൻ പോയത് എന്താണ്, ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു, എനിക്ക് കുംഭമേളയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ എനിക്ക് കുംഭമേളയെ പറ്റി നല്ലത് തന്നെ പറയണമെന്നുണ്ടായിരുന്നു എന്നാണ്. അത് പറയരുത് എന്നായിരിക്കും ഒരുപക്ഷെ ഭരണപക്ഷം കണക്കാക്കിയിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പറഞ്ഞതിന് അപ്പുറത്തേക്കൊരു വാക്ക് പ്രതിപക്ഷ നേതാവിൽ നിന്ന് വരിക. രാഹുൽ ഗാന്ധിയും കുംഭമേള അതിഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്, ഭാരതത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഉജ്ജ്വലമാക്കുന്ന ഗംഭീരമായിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു സംഗതികളുടെ കുംഭമേള അടക്കമുള്ള കാര്യങ്ങളുടെ ഏക കക്ഷി, അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി ഞങ്ങളാണെന്ന BJP-യുടെ കാര്യം ഒന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുകൊണ്ടല്ലേ അദ്ദേഹത്തെ തടഞ്ഞത് എന്ന തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇത് രാഹുൽ ഗാന്ധി പരാജിതനായ രാഹുൽ ഗാന്ധി ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അദ്ദേഹം കയറിയാണ് വരുന്നത്. രാഹുൽ ഗാന്ധിയെ ഭയപ്പെടാനുണ്ട്. BJPക്കും നരേന്ദ്രമോദിക്കും അമിത്ഷാ അടക്കമുള്ള ആളുകൾക്കും അവർക്ക് പിന്നിൽ RSS എന്ന വലിയൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പിന്നിൽ അദ്ദേഹത്തെക്കാളും വലിയൊരു സംവിധാനം ഉണ്ട്. അതായത് ജവഹർലാൽ നെഹ്റു, മോട്ടിലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ വലിയ പാരമ്പര്യം അദ്ദേഹത്തിന് പിന്നിലുണ്ട്. പോരാത്തതിന് മറ്റ് കക്ഷികൾക്കില്ലാത്ത മറ്റൊരു വലിയ അസറ്റ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോകേണ്ടത് പ്രിയങ്ക ഗാന്ധിയാണ്. നമ്മളത് ഇനിയായിരിക്കും ഒരുപക്ഷെ കാണാൻ പോവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് അമിത്ഷാ എന്നതുപോലെ അപ്പുറത്ത് പ്രിയങ്ക ഗാന്ധി, പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ, ഒരു സ്ത്രീയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഈ സാധാരണക്കാരായ വോട്ടർമാരായ വീടുകൾക്കകത്ത് സ്ത്രീകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അത് ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലത്തായിരിക്കും ഇന്ത്യയിൽ അത് കുറെ കൂടെ പ്രധാനപ്പെട്ടതായിട്ട് വരിക. അപ്പോൾ ഈ രണ്ട് ഡ്യൂയോയെ ആ നിലക്ക് ഭയപ്പെടുന്നില്ലേ, ആത്മവിശ്വാസത്തോടെ വർത്തമാനം പറയാനുള്ള ഇദ്ദേഹത്തിൻ്റെ ശേഷിയെ ഭയപ്പെടുന്നില്ലേ എന്ന തോന്നൽ നമുക്കുണ്ടാകും. തീർച്ചയായും. എന്തായാലും എത്രയോ സംഘർഷങ്ങൾ നിറഞ്ഞ രംഗങ്ങൾ നമ്മൾ ആ പാർലമെന്റിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ സുന്ദരമായ ഒരു ദൃശ്യമാണ് എന്തായാലും അമിത് മാളവ്യ പങ്കുവച്ചത്. അതിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ വശമുണ്ട്. കാരണം ഇത് സംഭവിച്ചു 10 ദിവസത്തിന് ശേഷമാണ് ഈ സ്പീക്കർ ഓം ബിർളയുടെ ഈ ശകാരമുണ്ടാകുന്നത്, ഈ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്ന വാസ്തവം കൂടിയുണ്ട്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നാണ് എല്ലാ വിദേശ പര്യടനത്തിലും നരേന്ദ്രമോദി അഭിമാനത്തോടെ ഏറ്റുവാങ്ങുന്ന ഒരു വിശേഷണം. അത് നരേന്ദ്രമോദി എന്ന സവിശേഷ വ്യക്തിക്ക് മാത്രം കിട്ടുന്നതല്ല, രാജ്യത്തിനാകെ അഭിമാനിക്കാവുന്ന വിശേഷണമാണ്. നമ്മുടെ സംവിധാനത്തിൻ്റെ ആ ആന്തരിക ബലം പെട്ടെന്നൊരു ദിവസം വന്നു ചേർന്നതല്ല. ജനാധിപത്യപരമായ സഹിഷ്ണുതയുടെയും സമവായത്തിൻ്റെയും ദീർഘചരിത്രമുണ്ടതിന്. പ്രതിപക്ഷ നേതാവ് എന്നൊരു ഔദ്യോഗിക പദവി ഇല്ലാത്തപ്പോഴും AK ഗോപാലനെ പ്രതിപക്ഷ നേതാവിനെ പോലെ കണ്ടിരുന്നു ജവഹർലാൽ നെഹ്റു. കഴിഞ്ഞ 10 വർഷമായി പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി എന്ന് നമുക്കറിയാം. 400 സീറ്റ് സ്വപ്നം കണ്ട BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത വിധത്തിലാണ് പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത് എന്നതാണ് ഉയരുന്ന ആരോപണം. ഇനിയും പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ അംഗീകരിക്കുകയോ ഇല്ലയോ എന്നത് സ്വന്തം ഇഷ്ടമാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ഒപ്പം മതിയായ അംഗബലം ഉണ്ടായിട്ടും
ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാത്തതും നമ്മുടെ മഹത്തായ ജനാധിപത്യ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്യാൻ സ്വന്തം സഹോദരിയോട് തലോടി എന്ന ന്യായവാദം ഉയർത്തുന്നത് ബാലിശമാണെന്നാണ് RDXന് പറയാനുള്ളത്.